ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് ഉപയോഗിച്ച് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഉണ്ടാക്കിയെടുത്ത ഉടനെ തന്നെ നമുക്കൊരു കറി പോലെയും ഉപയോഗിക്കാം. ഇനി ഇത് അച്ചാർ പോലെ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കണമെങ്കിലും മാസങ്ങളോളം സൂക്ഷിച്ചു വെച്ചും ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതിന് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസുകളൊന്നും ആവശ്യമില്ല. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. കുറഞ്ഞ എരിവിലുള്ള 300 ഗ്രാം പച്ചമുളകാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് എരിവുള്ള പച്ചമുളകാണ് താല്പര്യമെങ്കിൽ എരിവുള്ള പച്ചമുളകും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മുളക് നന്നായി ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഫോർക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് ഹോളിട്ട് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ എടുത്തു വെച്ച മുളകിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഹോളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിനീഗറാണ്. 240 ml കപ്പിൽ 1 കപ്പ് വിനീഗറാണ് ഞാനിതിലേക്ക് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളമാണ്. വിനീഗർ എടുത്ത സെയിം കപ്പ് കൊണ്ട് തന്നെ 1.5 കപ്പ് വെള്ളവും ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്നും ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രം ചൂടായി വന്നതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഓയിൽ ചൂടായി വന്നതിലേക്ക് 1 സ്പൂണ് കടുകും ഞാൻ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വിനീഗർ ചേർത്ത് കൊടുക്കണം. വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടായ ഓയിലിലേക്ക് നമ്മൾ വിനീഗർ ചേർക്കുമ്പോൾ നമ്മളുടെ ദേഹത്തിലേക്ക് തെറിക്കാൻ സാധ്യത ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1.5 കപ്പ് വെള്ളവും ഞാൻ ചേർത്ത് കൊടുത്തു. അതുപോലെ നമ്മൾ ഇതിലേക്ക് വെള്ളവും വിനീഗറും എടുക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. 1 കപ്പ് വിനീഗർ എടുക്കുന്നുണ്ടെങ്കിൽ 1.5 കപ്പ് അളവിൽ വെള്ളം കൂടരുത്. ഇനി ഈ ടൈമിൽ നമ്മൾ ഇതിലേക്ക് എടുത്തു വച്ചിരുന്ന മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വെള്ളം തിളച്ച് വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ഇതിൽ മിക്സായി വരുന്നതിനനുസരിച്ച് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതിൽ അല്പം ഉപ്പ് കുറവ് തോന്നിയോണ്ട് ഞാനിപ്പോൾ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ മുളകൊക്കെ ഇവിടെ തിളച്ചു വന്നു. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. മുളക് ഇതിൽ പൊങ്ങി കിടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടൊന്ന് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇപ്പം തിളച്ചു വന്നതിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ മുളകിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നു. ഇനി നമുക്ക് അടുപ്പും ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മുളകച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് അച്ചാറായും കറിയായും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കാനും സിമ്പിളാണ്. അതുപോലെ തന്നെ നിങ്ങളിത് മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കി കഴിഞ്ഞ ഉടനെ ചൂടുള്ള ടൈമിൽ നന്നായി അടച്ചു വെക്കരുത്. വല്ല പേപ്പറോ മറ്റോ ഉപയോഗിച്ച് വേണം അടച്ചു വെക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ ആവിയിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് തന്നെ ഇറ്റി വീണ് ഇത് കേടായി പോവാൻ ചാൻസ് ഉണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം എപ്പോഴും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.